ലൈവിൽ നമ്മൾ കാണുന്ന സമയത്ത് അർജുനും ശ്രീതുവും ഫുൾ ടൈം രണ്ടുപേരും വെറുതെ അടി കൂടിയോണ്ടിരിക്കും. കുഞ്ഞു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടു മാന്തി പിച്ചി എന്ന് പറഞ്ഞിട്ട് അടി കൂടുന്ന പോലെ രണ്ടെണ്ണം ഫുൾ ടൈം ചൊറിച്ചിലാണ്. എൻ്റെ മോതിരെടുത്തു, എൻ്റെ റിങ് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽ മുഴുവൻ രണ്ടെണ്ണം കൂടി അടി കൂടുന്നുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാത്രിയായ സമയത്ത് റൂമിൽ ഇരുന്നു കൊണ്ട് നീയാണ് ഫേക്ക്, ഞാനാണ് ഫേക്ക്, നിനക്ക് ഇത്ര ഹൈറ്റ് അല്ലേ ഉള്ളൂ, നിനക്ക് ഇത്രയല്ലേ വെയിറ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ ശ്രീതു ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കില്ല കേട്ടോ, തോറ്റു കൊടുക്കില്ല ശ്രീതു. ഒപ്പത്തിനൊപ്പം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കളിയാക്കിക്കൊണ്ടിരിക്കും. വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ് ശ്രീതുവിന്റെ പണി. രണ്ടെണ്ണം വെറുതെ ഇരുന്നിങ്ങനെ ചൊറിഞ്ഞ് അടി കൂടുന്നത് നമുക്ക് ലൈവിലൊക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. രണ്ടെണ്ണം കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഇരുന്ന് സംസാരിച്ച് അടി കൂടി പിടിച്ച് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കൊച്ചു കുട്ടികളുടെയാണ് രണ്ടെണ്ണം കൂടി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാത്രി ലൈവിൽ ഒരുപാട് നേരം അർജുൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. റൂമിൽ വന്നിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അർജുൻ്റെ അടുത്ത് വെറുതെ നല്ല ഇതിൽ സംസാരിക്കുകയല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടലാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ലാസ്റ്റ് പോവാനായിട്ട് നിൽക്കുന്ന നേരത്തെ ശ്രീധുവിന് അങ്ങനെ പോകണമെന്നൊന്നുമില്ല. ശ്രീധു പോവാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കുറേ നേരം നിന്ന് സംസാരിച്ചു. എന്നിട്ട് പോകുമ്പോഴും FAKE നീ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത്. അപ്പൊ അർജുനും തിരിച്ച് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അങ്ങോട്ട് കുറെ നടക്കും, ഇങ്ങോട്ട് കുറെ നടക്കും. എന്നിട്ട് പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞില്ല ഇനി പോയില്ലെങ്കിൽ അവർ ഡോർ ക്ലോസ് ചെയ്യും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അർജുൻ അവിടെ ശ്രീധുവിന് 2-3 തവണ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അർജുൻ പോകുന്ന സമയത്ത് അർജുൻ നല്ല രസത്തിലെ ഫ്ലൈയിങ് കിസ് ഒക്കെ വാങ്ങിയിട്ടാണ് ശ്രീധു ഇന്നലെ ഉറങ്ങാനായിട്ട് പോയത്.